ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്ന മധ്യപ്രദേശിൽ നിന്നാണ്. രാജീവാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കും, കുറച്ച് വർഷങ്ങളായി ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ജോലി സ്ഥിരമായിട്ടില്ല. കുറച്ചുനാൾ വിദേശത്ത് ജോലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും വലിയ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു സ്ഥിരമായിട്ടുള്ള നല്ല ജോലിയും അതുപോലെ തന്നെ ഇന്ത്യ അല്ലെങ്കിൽ വിദേശത്ത് ലഭിക്കുവാനായിട്ട് എന്താണ് തടസ്സം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജോലി ശരിയാവുന്നില്ല, ശമ്പളം സ്വാഭാവികമായിട്ട് ഈ കാലത്ത് വേണ്ടതാണ്. അതെ അതെ, പുള്ളി പറയുന്ന ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജനിച്ച ഗ്രഹനില പ്രകാരം ലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ രാഹുവും ധനസ്ഥാനത്ത് ഖേദവും, ലഗ്നാഷ്ടമത്തിൽ രാഹുവും നിൽക്കുന്നത് ആശയ്ക്കും സർവനന്മകളും മോഹിക്കും സർവഭാഗ്യങ്ങളും, താനേ ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും ധ്രുവം. ആശയ്ക്കും സർവനന്മകൾ, മോഹിക്കും സർവഭാഗ്യങ്ങൾ, ബുദ്ധിമോശത്താൽ താനെ, വേറെ ആരും അതിന് ഉത്തരവാദിയല്ല, താനെ നഷ്ടീഭവിപ്പിപ്പതും, നഷ്ടപ്പെടുത്തുക ഭാവി. 50 വയസ്സോളം ഇവരമ്പമ്പോ ബുദ്ധിചാബല്യം കാട്ടുന്നത്. ഏതാണ്ട് 49 വയസ്സ് വരെ സത്യമാണ് അനുഭവത്തിൽ. എന്തെടുത്തിരുന്നാലും അത് നഷ്ടത്തിലും കഷ്ടത്തിലും, അസ്ഥിരത, അസമാധാനം, അവിവേകം, അതുപോലെ തന്നെ സ്വത്തുക്കൾ നിലനിൽക്കാതെ വരിക, ഒന്നിലും ഉറച്ചു നിൽക്കാതെ വരിക. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേനും 49 ആകുമ്പോൾ വിദ്യാഭ്യാസം നിൽക്കുമല്ലോ. ജോലിയിൽ, ബിസിനസ്സിൽ ഇടപെടുന്ന കാര്യങ്ങളിൽ ഒന്നും 1 വർഷത്തേക്കുള്ളിൽ അല്ലെ 2 വർഷത്തേക്കുള്ളിൽ നിൽക്കത്തില്ല. അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ ഇവരതിട്ടിച്ച് വേറെ പോകും, അക്കരപ്പച്ച പോലെ. ആരെങ്കിലും വഴിയെ പറഞ്ഞുകൊണ്ട് പോയാൽ മതി, നാളെ ലോട്ടറി കച്ചവടം തുടങ്ങിയതല്ലാന്ന് ഉടനെ ഇതെല്ലാം കൂടെ ലോട്ടറി കച്ചവടത്തിൽ. എന്നാൽ അതിൻ്റെ വരുംവരായികൾ ചിന്തിക്കുന്നില്ല. മുമ്പ് പെമ്പുകൾ നോക്കാതെ, മുമ്പോട്ടും പുറകോട്ടും നോക്കാതെ വമ്പ് വർദ്ധിച്ച, അതായത് എടുത്തുചാടി വില്ലാളിയെപ്പോലെ. വില്ലാളിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച്, കാണുന്നതനുസരിച്ച് വില്ലും അമ്പുമായിട്ട് അല്ലെങ്കിൽ പീരങ്കിയായിട്ട് അവർ രംഗത്തേക്ക് ആടുക. എന്നാൽ നമുക്ക് വെടിയേക്കുമെന്നോ ചത്തുപോകുമെന്നോ അല്ല, ഇങ്ങനെയുള്ളതൊന്നുമില്ല. മുമ്പ് പെമ്പുകൾ നോക്കാതെ വമ്പ് വർദ്ധിച്ച വില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ 50 വയസ്സോളം ഇവൻ അമ്പമ്പോ ബുദ്ധിചാബല്യം കാട്ടും. ഇവൻ അല്ലെങ്കിൽ ഇവൾ, സ്ത്രീയായാലും പുരുഷനായാലും 49-50 വയസ്സ് വരെ കാണിക്കുന്ന വികൃതികൾ കൊണ്ട് ഓരോ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കും. മാന്യമായിട്ടൊരു കത്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം കാണിക്കുന്ന മുഴുവൻ ബുദ്ധിമോശമാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർശ്വവൃത്തികളോട് ചോദിച്ചാലും കുടുംബത്തിൽ ചെന്ന് അന്വേഷിച്ചാലും മതി. അവൻ്റെ കാര്യമല്ല അവളുടെ കാര്യമൊന്നും പറയണ്ട. നാളെ അത് വേണം, സ്വർണ്ണക്കട തുടങ്ങണമെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കട തുടങ്ങും. എന്നാൽ നമുക്കിത് പഠിച്ചിട്ടുള്ളതാണോ, പ്രാക്ടീസ് ചെയ്തതാണോ ഈ ബിസിനസ്? അല്ല. പെട്രോൾ പമ്പ് തുടങ്ങുന്നു, പെട്രോൾ പമ്പിലേക്ക് തുടങ്ങും. ഏതാണോ ലോകത്ത് ഏറ്റവും, കുറച്ച് കാലമൊക്കെ കമ്പ്യൂട്ടറിൻ്റെ പിന്നാലെയില്ലായിരുന്ന ആളുകൾ, കുറച്ച് കാലം സിനിമ പിടിക്കാനും സിനിമ അഭിനയിക്കാനും ആളുകൾ പോയി. എത്രയോ പേര് ഇന്ന് അധികം പുറകോട്ട് പോരാതെ നിൽക്കുന്നു. കാരണം ജീവിതം മുഴുവൻ അതിനായിട്ട് ആശിക്കും സർവനന്മകൾക്കായി കിടപ്പാടവും സ്വത്തുക്കളും പൊന്നും പണ്ടവും എല്ലാം തൊലച്ചു എന്നാണ്. ഒന്നുമില്ല ബാക്കി. 50 വയസ്സ് കഴിഞ്ഞാൽ ഇവർ ചുമ്മാ ഇരുന്നാലും ഐശ്വര്യമായിരിക്കും. ഇതിന് വേറെ ഒരു പ്രതിവിധിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം കേട്ടളം കൊണ്ട് 48 വയസ്സായി. ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മോക്ഷകാലം തുടങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും തൊഴിലിരിക്കുന്ന അതിൽ ഇനി അഭിവൃദ്ധിപ്പെട്ടു പോകും. ഇങ്ങനെ ഈ കാണുസർപ്പം ഉള്ളവർ കയ്യിൽ പണം കരുതാതിരിക്കുക. കയ്യിൽ ഒരു 100 രൂപയ്ക്കുള്ളിൽ കരുതരുത്. അതിന് മേലോട്ട് വന്നാൽ അവരുടെ ഭാര്യയുടെ കയ്യിലോ കുഞ്ഞുങ്ങളുടെ കയ്യിലോ അച്ഛനമ്മമാരുടെ കയ്യിലോ നഷ്ടപ്പെട്ടാലും നമുക്ക് സങ്കടപ്പെടാത്ത നില ഉള്ളവരുടെ കയ്യിലേക്ക് കൊടുത്ത് വിടുക. കയ്യിൽ കരുതിയാൽ ഇവർ വീണ്ടും കുരങ്ങൻ്റെയും മുല്ലപ്പൂ മാല കൊടുത്ത പോലെ ആയിരിക്കും, ചിന്തിക്കളയും. പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പണവും പൊന്നും ഉരുപ്പൊടിയും സ്വത്തുക്കളും മാറ്റി ഹാൻഡ് ഓവർ ചെയ്താൽ പിന്നെയും വരും. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവർക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് വരും. അതുകൊണ്ട് പൊന്നും പണ്ടവും പണവും ഡെപ്പോസിറ്റും ഭൂമിയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. വൻകിട നേതാക്കളൊന്നും 1 രൂപ പോലും പോക്കറ്റ് ഇടുകയല്ല. അതൊന്നുമില്ലാതെ ഇറങ്ങുന്നത്, വേറെ ഒരു ഡയറി മാത്രം. ഡെപ്പോസിറ്റ് ഇല്ല, അവരുടെ പേരിലൊന്നുമില്ല. ഇട്ടാൽ അവർക്കുണ്ടാകത്തില്ല, അന്വേഷണം വരും, അത് റിക്കവർ ചെയ്യും. അതുകൊണ്ട് മറ്റു പലരുടെയും പേരക്കായിട്ട് ഇടുക. അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും പാപ്പര. ഇത് തന്നെയാണ് അതിനകത്തെ യുക്തി. പിന്നെ
ഒരു ജ്യോതിഷന് അന്വേഷിച്ച് ഒരു ലെറ്റർ ഇട്ട് കഴിഞ്ഞപ്പം അതിൽ പറയാവുന്ന കാര്യങ്ങൾ ഭാഗ്യസൂക്തം ചെയ്യുക, ഗണപതി ഹോമത്തിങ്കൽ പാൽപ്പായസം അല്ലെങ്കിൽ കരിമ്പും കഷ്ണം കതിരിപ്പഴം എല്ലാം കൂടെ ചേർത്ത് അവലും മല്ലും എല്ലാം കൂടെ ചേർത്ത് പ്രാതരഗ്നിം പ്രാതരേന്ദ്രം ഹവാമഹേ പ്രാതന്മിത്രാവരുണ പ്രാതരശ്വര പ്രാതഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമുരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീര്യോ വിധർത്ത ആത്രച്ഛിദ്രം മന്യമാനസ്തുരച്ഛിദ്രാജ ഛിദ്യം ഭഗം ഭക്ഷിത്യാഹ. പല പ്രാവശ്യം നമ്മൾ ഈ സദസ്സിൽ ഭാഗ്യസൂക്തം ചൊല്ലിയിട്ടുണ്ട്. ഒത്തിരി പേര് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. ഇത് ഗണപതി ഹോമത്തിങ്കൽ കരിമ്പ്, അവലേമലിൻ്റെ ശർക്കര, പാൽപ്പായസം മുതലായവ ചേർത്ത് പേരും നാളും ചേർത്ത് ഇത് ചെയ്യുക. ഇത് ചെയ്താൽ ഭാഗ്യപുഷ്ടി ഉണ്ടാവും. 50 വയസ്സ് മുതൽ ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഭാഗ്യവാനാവും. പൊന്നും പണ്ടവും ധനവും സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് മാത്രം ഒരു 18 ദിവസം അടുപ്പിച്ച് ഭാഗ്യസൂക്തം എന്ന കർമ്മം ചെയ്യുക. അതിന് മാത്രം ഒരു പ്രതിവിധി നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെയും 50 വയസ്സ് മുതൽ രക്ഷ പ്രാപിക്കും. ഒരു 20 വയസ്സ് മുതൽ ഇദ്ദേഹം ഒത്തിരി കാശ് കളഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് തോന്നി ചെയ്യുന്നതാണ്. ശുദ്ധാത്മാക്കളായിരിക്കും ഇങ്ങനെയുള്ളവർ. അവരെ ദൈവം പിന്നെ ചതിക്കത്തില്ല. സാധാരണ കാളസർപ്പം ഉള്ളവർ 40 മുതൽ 45 വയസ്സ് മുതൽ വലിയ ഭാഗ്യവാന്മാരായി തീരുന്നു. വലിയ വലിയ ഉന്നത രാഷ്ട്രീയ രംഗത്തും മതപരമായിട്ടും ബിസിനസ് പരമായിട്ടും നിൽക്കുന്നവർ പലരും കാളസർപ്പം ഉള്ളവരാണ്. അവർ അവരുടെ കുട്ടിക്കാലവും ചെറുപ്പകാലവും യൗവനകാലവും ഭാഗ്യചക്ര മധുവിധുകാലവും ഒക്കെ അവർ പുളിശ്ശേരിയാക്കിയിട്ട് അവസാന കാലം പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ലാതെ നാട്ടിലെ അരജനായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. സ്ത്രീക്കും പുരുഷനും ഇത് ബാധകമാണ്. കൂടുതലും ഈ ദോഷം ബാധിക്കുന്നത് പുരുഷന്മാരെയാണ്. സ്ത്രീകൾ അങ്ങനെ കൈവിട്ട് പണം കളയത്തില്ല. ഇപ്രകാരമൊക്കെ ചെയ്താൽ മതി.